നമസ്കാരം. കർക്കിടക മാസത്തിലെ ക്ഷേത്ര ദർശനം മഹാപുണ്യമാണ്. അതിലും വിശേഷമാണ് നാലമ്പല ദർശനം. ശ്രീരാമൻ, ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ എന്നിവരെ ഒരേ ദിവസം ദർശനം നടത്താൻ കഴിയുന്ന വിധം സമീപ പ്രദേശങ്ങളിലായി നിർമ്മിച്ചിരിക്കുന്ന ക്ഷേത്രങ്ങളെയാണ് നാലമ്പലങ്ങൾ എന്ന് പറയുന്നത്. തൃശൂർ, കോട്ടയം, എറണാകുളം, മലപ്പുറം ജില്ലകളിൽ നാലമ്പലങ്ങളുണ്ട്. എങ്കിലും മധ്യ കേരളത്തിലെ നാലമ്പലങ്ങൾക്കാണ് കൂടുതൽ പ്രസിദ്ധി കൈവന്നിട്ടുള്ളത്. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം, ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ഭരതൻ ക്ഷേത്രം, പായമൽ ശത്രുഘ്ന ക്ഷേത്രം എന്നിവ തൃശൂർ ജില്ലയിലാണ്. തിരുമൂഴിക്കുളം ലക്ഷ്മണ ക്ഷേത്രം എറണാകുളം ജില്ലയിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. നമസ്കാരം. നാലമ്പല ദർശനങ്ങളുടെ ഭാഗമായി ഇന്ന് ആദ്യം എത്തിച്ചേർന്നത് തിരുമൂഴിക്കുളം ശ്രീ ലക്ഷ്മണ പെരുമാൾ ക്ഷേത്രത്തിലാണ്. ഞങ്ങൾ കോട്ടയം ജില്ലയിൽ നിന്നും എത്തുന്നതുകൊണ്ടും യാത്രയുടെ സൗകര്യാർത്ഥവുമാണ് ആദ്യം തിരുമൂഴിക്കുളം ശ്രീ ലക്ഷ്മണ പെരുമാൾ ക്ഷേത്രം സന്ദർശിക്കുന്നത്. സന്ദർശന ക്രമമനുസരിച്ച് തൃപ്രയാറിൽ ശ്രീരാമസ്വാമിയെയും കൂടൽമാണിക്യത്ത് ഭരതസ്വാമിയെയും സന്ദർശിച്ച ശേഷമാണ് തിരുമൂഴിക്കുളത്ത് ലക്ഷ്മണ പെരുമാളെ സന്ദർശിക്കേണ്ടത്. ക്ഷേത്രത്തിലെ വഴിപാടിനാവശ്യമായ പൂജാസാധനങ്ങൾ വിൽക്കുന്ന കൗണ്ടർ ക്ഷേത്രത്തിന്റെ മതിൽക്കെട്ടിന് മുമ്പിലായി തന്നെ ഒരുക്കിയിട്ടുണ്ട്. ക്ഷേത്രത്തിന്റെ പ്രധാന പ്രവേശന കവാടം കടന്ന് ഞങ്ങൾ ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചു. പ്രവേശന കവാടവും കടന്ന് എത്തുന്നത് വിശാലമായ ആനക്കൊട്ടിലേക്കാണ്. ആനക്കൊട്ടിലിനപ്പുറം കൊടിമരം സ്ഥിതി ചെയ്യുന്നു. കൊടിമരത്തിന് തൊട്ട് മുൻപിലായി തന്നെ വലിയ ബലിക്കല്ല് സ്ഥിതി ചെയ്യുന്നു. ഈ ക്ഷേത്രത്തിൽ ബലിക്കൽപ്പുര പ്രത്യേകമായിട്ട് പണിതീർത്തിയിട്ടില്ല. ബലിക്കല്ലും കടന്ന് ഞങ്ങൾ ക്ഷേത്രത്തിന്റെ നാലമ്പലത്തിലേക്ക് പ്രവേശിച്ചു. വൈഷ്ണവ ഭക്തകവികളായ ആഴ്വാന്മാർ പാടിപ്പുകഴ്ത്തിയ 108 ദിവ്യക്ഷേത്രങ്ങളിലൊന്നായ ഇവിടെ 6 അടി ഉയരമുള്ള ചതുർബാഹു വിഗ്രഹമാണ് പ്രതിഷ്ഠ. കിഴക്കോട്ടാണ് ദർശനം. ഉപദേവതകളായി ഗണപതി, ദക്ഷിണാമൂർത്തി, ശ്രീരാമൻ, സീത, ഹനുമാൻ, അയ്യപ്പൻ, ഭഗവതി, ശ്രീകൃഷ്ണൻ എന്നിവർ കുടികൊള്ളുന്നു. പാൽപായസം, കദളിപ്പഴം എന്നിവയാണ് പ്രധാന വഴിപാടുകൾ. നാലമ്പലത്തിന് വെളിയിലായി കാണുന്നത് ഗോശാലകൃഷ്ണന്റെ ശ്രീകോവിലാണ്. മേടമാസത്തിൽ തിരുവോണം ആറാട്ടായി 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് ഇവിടെയുള്ളത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ഈ മഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങളെത്തിയത് അതിരാവിലെ ആയതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിൽ അധികം ആളുകൾ എത്തിത്തുടങ്ങിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ തിരക്ക് ഉണ്ടായിരുന്നില്ല എന്ന് വേണം പറയാൻ. ഞങ്ങൾ ക്ഷേത്ര ദർശനം പൂർത്തിയാക്കി പുറത്തേക്ക് നടന്നു. തിരുമൂഴിക്കുളം ക്ഷേത്ര സന്ദർശനം പൂർത്തിയാക്കിയ എല്ലാവരും വാഹനത്തിനടുത്തേക്ക് എത്തിത്തുടങ്ങിയിരുന്നു. അടുത്തതായി സന്ദർശിക്കാനായി ഞങ്ങൾ പുറപ്പെട്ടത് പായമൽ ശത്രുഘ്ന ക്ഷേത്രത്തിലേക്കായിരുന്നു. നാലമ്പല ദർശന ക്രമത്തിലെ അവസാന ക്ഷേത്രമാണ് പായമൽ എങ്കിലും ഞങ്ങളുടെ യാത്രയുടെ സൗകര്യാർത്ഥം ഞങ്ങൾ തിരുമൂഴിക്കുളത്തിന് ശേഷം പായമൽ സന്ദർശിക്കുകയാണ് പതിവ്. തിരുമൂഴിക്കുളം ലക്ഷ്മണ പെരുമാൾ ക്ഷേത്രം എറണാകുളം ജില്ലയിൽ ആയിരുന്നെങ്കിലും പായമൽ ശത്രുഘ്ന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തൃശൂർ ജില്ലയിലാണ്. തൃശൂർ ജില്ലയിൽ ഇരിങ്ങാലക്കുടയ്ക്കടുത്ത് പൂമംഗലം ഗ്രാമപഞ്ചായത്തിൽ പായമലിലാണ് ശത്രുഘ്ന സ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങളുടെ സന്ദർശനത്തിലെ രണ്ടാമത് ക്ഷേത്രമായ പായമൽ ശത്രുഘ്ന സ്വാമി ക്ഷേത്രത്തിൽ ഞങ്ങൾ എത്തിച്ചേർന്നു. വളരെ രാവിലെ ആയതുകൊണ്ട് തന്നെയാവാം ഇവിടെ അധികം തിരക്ക് അനുഭവപ്പെട്ടിരുന്നില്ല. ഞങ്ങളുടെ വാഹനത്തിലെത്തിയവരെ കൂടാതെ വളരെ കുറച്ച് ആളുകളെ ഇവിടെ സന്ദർശിക്കാനായിട്ട് ഞങ്ങൾ എത്തിയ സമയത്ത് ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ എത്തുന്ന ഭക്തജനങ്ങൾക്ക് യഥേഷ്ടം ദർശനം സാധ്യമാകുന്ന രീതിയിൽ ക്യൂ സിസ്റ്റം ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ വഴിപാട് സാധനങ്ങൾ യഥേഷ്ടം വാങ്ങിക്കുവാൻ ഉപയോഗിക്കാനും പറ്റുന്ന രീതിയിൽ ഇവിടെ കൗണ്ടറുകളും ഈ ക്യൂവിൻ്റെ ഓരങ്ങളിൽ തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ക്ഷേത്രത്തിന്റെ പ്രധാന പ്രവേശന കവാടം കടന്ന് ആദ്യമെത്തുന്നത് ആനക്കൊട്ടിലേക്കാണ്. വിശാലമായ ആനക്കൊട്ടിലിന് അപ്പുറം കൊടിമരം സ്ഥിതി ചെയ്യുന്നു. കൊടിമരവും കടന്നു വേണം ചുറ്റമ്പലത്തിലേക്ക് പ്രവേശിക്കാൻ. ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളിലൊന്നായ പറയെടുപ്പിനാവശ്യമുള്ള പറകളും സാമഗ്രികളുമാണ് ഇവിടെ നിർത്തിവെച്ചിരിക്കുന്നത്. ഇത് സുദർശന ചക്രമാണ്. ക്ഷേത്രത്തിലെ മറ്റൊരു പ്രധാന വഴിപാടാണ്. കൊടിമരം കഴിഞ്ഞ് ബലിക്കൽപ്പുര സ്ഥിതി ചെയ്യുന്നു. ബലിക്കൽപ്പുരയിലൂടെ വേണം ചുറ്റമ്പലത്തിലേക്ക് പ്രവേശിക്കാൻ.
ചതുരാകൃതിയിലുള്ള കരിങ്കല്ലുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ശ്രീകോവിലാണ് ശത്രുഘ്ന സ്വാമിയുടെ വിഗ്രഹം പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ശ്രീകോവിലിന് തെക്കു പടിഞ്ഞാറായി കിഴക്കോട്ട് ദർശനമായി ഗണപതിയുണ്ട്. മുഖമണ്ഡപത്തിൽ ഹനുമാൻ സാന്നിധ്യവുമുണ്ട്. ഈ ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ സമാധാനവും മനഃശാന്തിയും സംതൃപ്തിയും വിശ്വാസികൾക്ക് ലഭിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. ശ്രീരാമന്റെ പാദകമലം ഹൃദയത്തിൽ സൂക്ഷിച്ച് പാദുക പൂജ ചെയ്യുന്ന ഭരതന്റെ നിഴലാവാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. അവസരം ലഭിച്ചാൽ മഹത്കർമ്മങ്ങൾ ചെയ്യാൻ പ്രാപ്തനാണ്. ലവണാസുരന്റെ ആക്രമണത്തിൽ നിന്നും രാജ്യത്തെ രക്ഷിച്ചത് ശത്രുഘ്നൻ ആയിരുന്നു. ഈ ക്ഷേത്രത്തിലെ മറ്റൊരു പ്രധാന വഴിപാടാണ് മീനൂട്ട്. ക്ഷേത്രത്തിന് പുറകുവശത്തായിട്ടുള്ള വിശാലമായ ക്ഷേത്രകുളത്തിൽ മീനൂട്ടിനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഭക്തജനങ്ങൾ ഇവ യഥേഷ്ടം ഉപയോഗിക്കുന്നുമുണ്ട്. ആദ്യകാലങ്ങളിൽ പായമ്മൽ ഗ്രാമം സാത്വിക കർമ്മങ്ങളുടെ അഭാവം മൂലം ചൈതന്യരഹിതമായിരുന്നു. ടിപ്പുവിന്റെ പടയോട്ട കാലത്ത് ക്ഷേത്ര സങ്കേതത്തിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചിരുന്നു. ജീർണാവസ്ഥയിലായ ക്ഷേത്രത്തിൽ ഗ്രാമീണരുടെ ഉത്സാഹത്താൽ പൂജയും ഉത്സവവും പുനരാരംഭിച്ചു. ഈ ക്ഷേത്രത്തിൽ 3 പൂജയാണുള്ളത്. ക്ഷേത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ വഴിപാടാണ് സുദർശന പുഷ്പാഞ്ജലി. ശത്രുദോഷ ശാന്തിക്കും ശ്രേയസ്സിനും ഈ പുഷ്പാഞ്ജലി ഫലപ്രദമാണ് എന്നാണ് വിശ്വാസം. മഹാവിഷ്ണുവിന്റെ കയ്യിൽ വിളങ്ങുന്ന സുദർശന ചക്രത്തിന്റെ അവതാരമാണ് ശത്രുഘ്നൻ എന്നാണ് വിശ്വാസം. ഞങ്ങൾ ശത്രുഘ്ന ക്ഷേത്രം സന്ദർശനം പൂർത്തിയാക്കി പുറത്തേക്ക് കടന്നു. പതിവിന് വിപരീതമായി നാലമ്പല ദർശനകാലമായിട്ടും ഈ ക്ഷേത്രത്തിന് മുന്നിൽ തിരക്ക് അനുഭവപ്പെട്ടിരുന്നില്ല. സാധാരണ ഇവിടെ ഭക്ഷണം കഴിക്കാനുള്ള തിരക്ക് അനുഭവപ്പെടാറുള്ളതുകൊണ്ട് അതൊരു കാലതാമസമായതുകൊണ്ടും ഇക്കുറി ഞങ്ങളുടെ സംഘാടകർ ഭക്ഷണം നേരിട്ട് കൊണ്ടുവരിക എന്നുള്ളൊരു ഏർപ്പാട് ചെയ്തിരുന്നു. തയ്യാറാക്കി കൊണ്ടുവന്ന ഭക്ഷണം ഇഡ്ഡലിയും സാമ്പാറും ചമ്മന്തിയും പിന്നെ ചായയും ഉൾപ്പെടുന്ന ഭക്ഷണം രാവിലെ പായമ്മൽ ബസ് പാർക്കിംഗ് ഏരിയയിൽ വെച്ച് തന്നെ കഴിക്കുവാനുള്ള സൗകര്യവുമുണ്ടായി. എല്ലാവർക്കും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനായതുകൊണ്ട് തന്നെ സമയനഷ്ടം ഒഴിവാക്കി അടുത്ത സന്ദർശന ക്ഷേത്രത്തിലേക്ക് യാത്രയാവാനും സാധിച്ചു. പായമ്മൽ ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിലെ ദർശനത്തിന് ശേഷം ഞങ്ങൾ എത്തിച്ചേർന്നത് കൂടൽമാണിക്യം ഭരതസ്വാമി ക്ഷേത്രത്തിലായിരുന്നു. വാഹനം പാർക്ക് ചെയ്തതിന് ശേഷം ക്ഷേത്രം ലക്ഷ്യമാക്കി ഞങ്ങൾ നടന്നു തുടങ്ങി. എന്തുകൊണ്ടോ ഇക്കുറി വലിയ തിരക്ക് ഉണ്ടായിരുന്നില്ല ഈ ക്ഷേത്രത്തിൽ. നാലമ്പല ദർശനം പ്രമാണിച്ച് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നത് പ്രധാന പ്രവേശന കവാടം വഴി ആയിരുന്നില്ല. അതിനുവേണ്ടിയിട്ട് പ്രത്യേകം വാതിൽ സജ്ജീകരിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ആ വാതിലിലൂടെ ക്ഷേത്ര മതിൽക്കകത്തേക്ക് പ്രവേശിച്ചു. ക്ഷേത്ര മതിലിനകത്ത് വിശാലമായ തിരുമുറ്റവും തിരുമുറ്റത്ത് അതിഗംഭീരമായ ആനക്കൊട്ടിലും സ്ഥിതി ചെയ്യുന്നു. മറ്റു ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് വിശാലമായ ആനക്കൊട്ടിലാണ് ഇവിടെയുള്ളത്. ആനക്കൊട്ടിലിന്റെ ഒരു വശം ചേർന്ന് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാനായി പ്രത്യേകം കയറുകെട്ടി നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആവശ്യക്കാർക്ക് വഴിപാട് സാധനങ്ങൾ ലഭിക്കുന്നതിനാവശ്യമായ കൗണ്ടറുകൾ ഈ വഴിയിൽ ലഭ്യമാണ്. ഞങ്ങൾ കൊടിമരവും കടന്ന ബലിക്കല്ലിന്റെ ഒരു വശത്തുകൂടി ക്ഷേത്രത്തിന്റെ ചുറ്റമ്പലത്തിലേക്ക് പ്രവേശിച്ചു. മഹാവിഷ്ണുവിന്റെ അംശാവതാരവും ശ്രീരാമന്റെ സഹോദരനുമായ ഭരതനാണ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ. പ്രതിഷ്ഠയ്ക്ക് ഏകദേശം ഒരാൾ പൊക്കമുണ്ട്. ചതുർബാഹുവാണ് ഈ പ്രതിഷ്ഠ. കിഴക്കോട്ടാണ് ദർശനം. ക്ഷേത്രത്തിൽ ഉപദേവതകളില്ല. എന്നാൽ തിടപ്പള്ളിയിൽ ഹനുമാനും വാതിൽമാടത്തിൽ തെക്കും വടക്കും ദുർഗയും ഭദ്രകാളിയും ഉണ്ടെന്നാണ് സങ്കല്പം. കൂടാതെ ക്ഷേത്രത്തിനു മുന്നിലെ ആൽത്തറയിൽ ഗണപതിയുടെ പ്രതിഷ്ഠയുമുണ്ട്. 2 നിലയിലുള്ള വൃത്താകാരത്തിലുള്ള ശ്രീകോവിലാണ് ഇവിടെയുള്ളത്. സാധാരണ മറ്റ് ക്ഷേത്രങ്ങളിൽ ഉള്ള പോലെ 5 പൂജയും 3 ശ്രീബലിയും ഇവിടെ ഇല്ല. ഉഷപൂജ, ഉച്ചപൂജ, അത്താഴപൂജ എന്നീ പൂജകൾ മാത്രം നടത്തുന്നു. എതിരേറ്റ് പൂജയും പന്തിരടി പൂജയുമില്ല. പുറത്തേക്ക് എഴുന്നള്ളിക്കുന്നത് ഉത്സവകാലങ്ങളിൽ മാത്രമേ പതിവുള്ളൂ. ഉത്സവബലിയും ഇവിടെയില്ല. ശ്രീഭൂതബലി മാത്രമേയുള്ളൂ. ക്ഷേത്രത്തിൽ തെച്ചി, തുളസി മുതലായ പൂജാപുഷ്പങ്ങൾ ഉപയോഗിക്കുന്നുവെങ്കിലും തെച്ചിയും തുളസിയും ക്ഷേത്രത്തിൽ വളരുന്നില്ല. കൂടൽമാണിക്യസ്വാമി ഭക്തജനങ്ങളുടെ രോഗമോചകനായി ആരാധിക്കപ്പെടുന്നു. ഉദര രോഗനിവാരണത്തിനായി വഴുതനങ്ങ നിവേദ്യം കഴിക്കുന്നത് ഇവിടുത്തെ പ്രത്യേകതയാണ്. ശ്വാസസംബന്ധമായ രോഗത്തിന്റെ നിവാരണത്തിനായി ക്ഷേത്ര തീർത്ഥത്തിൽ മീനൂട്ട് എന്ന വഴിപാട് നടത്തുന്നത് ശ്രേഷ്ഠമായി കണക്കാക്കപ്പെടുന്നു.
താമരമാല ചാർത്തുന്നത് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടാണ്. 7-ാം ശതകത്തിൽ അന്നത്തെ ചേരമാൻ പെരുമാൾ ചക്രവർത്തി സ്ഥാപിച്ചതാണ് കൂടൽമാണിക്യം ക്ഷേത്രം എന്നാണ് പറയപ്പെടുന്നത്. 1100 കൊല്ലം മുമ്പ് കൊല്ലവർഷം 30-ന് ചേരമാൻ പെരുമാൾ ഭൂദാനം ചെയ്ത ശിലാരേഖ ഇന്നും ക്ഷേത്രത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഞങ്ങൾ കൂടൽമാണിക്യം ശ്രീ ഭരതസ്വാമി ക്ഷേത്ര സന്ദർശനം പൂർത്തിയാക്കി. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്ര സന്ദർശനത്തിനായി പുറപ്പെട്ടു. നാലമ്പല ദർശനക്രമത്തിൽ ആദ്യം എത്തിച്ചേരേണ്ടത് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലാണെങ്കിലും ഞങ്ങളുടെ യാത്രയുടെ സൗകര്യാർത്ഥം ഞങ്ങൾ ആദ്യം എത്തിച്ചേരുന്നത് തിരുമൂഴിക്കുളം ശ്രീ ലക്ഷ്മണ പെരുമാൾ ക്ഷേത്രത്തിലാണ്. തുടർന്ന് പായമൽ ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിലും കൂടൽമാണിക്യം ഭരതസ്വാമി ക്ഷേത്രത്തിലും സന്ദർശനം നടത്തിയതിനു ശേഷമാണ് ഞങ്ങൾ തൃപ്രയാറിൽ ശ്രീരാമസ്വാമിയെ ദർശിക്കാറ് പതിവുള്ളൂ. തൃപ്രയാറിലെത്തി വാഹനം പാർക്ക് ചെയ്തതിനു ശേഷം ക്ഷേത്രത്തിലേക്ക് നടക്കുവാൻ ആരംഭിച്ചു. നീണ്ടുകിടക്കുന്ന നടവഴിയിലൂടെ അല്പദൂരം നടന്നു വേണം ക്ഷേത്രത്തിലെത്താൻ. നടവഴിയുടെ ഇരുവശവും ചെറിയ ചെറിയ സാധനങ്ങൾ വിൽക്കുന്ന വിവിധ ഇനം കച്ചവടക്കാർ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിന്റെ പ്രധാന പ്രവേശന കവാടം പടിഞ്ഞാറേ ദിശയിലാണുള്ളത്. ഞങ്ങൾ പടിഞ്ഞാറുള്ള പ്രധാന പ്രവേശന കവാടം കടന്ന് ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു. ക്ഷേത്രത്തിന്റെ പ്രവേശന കവാടത്തിനപ്പുറം വിശാലമായ ഒരു ആനക്കുട്ടിലാണുള്ളത്. ക്ഷേത്രത്തിന്റെ ദർശനം കിഴക്കോട്ടായിട്ടാണ്. ക്ഷേത്ര മതിൽക്കെട്ടിനുള്ളിലേക്ക് പ്രവേശിച്ച ശേഷം പ്രദക്ഷിണമായി വടക്കുഭാഗത്തുകൂടി കിഴക്ക് ദർശനഭാഗത്തിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. കിഴക്കുഭാഗത്തേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ വടക്കേ ദിക്കിലായി ഗോശാലകൃഷ്ണന്റെ ശ്രീകോവിൽ കാണാം. ദർശനവശമായ കിഴക്കുവശത്ത് ആനക്കുട്ടിലും ബലിക്കൽപ്പുരയും കാണാം. ക്ഷേത്രത്തിൽ കൊടികയറി ഉത്സവമില്ലാത്തതിനാൽ കൊടിമരമില്ല. നല്ല ഉയരമുള്ള ബലിക്കല്ലാണ് ഇവിടെയുള്ളത്. അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് നോക്കുമ്പോൾ വിഗ്രഹം കാണാൻ കഴിയില്ല. ബലിക്കൽപ്പുരയുടെ മച്ചിൽ ബ്രഹ്മാവിന്റെയും അഷ്ടദിക്പാലകരുടെയും രൂപങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിന്റെ കിഴക്കുഭാഗത്ത് തൃപ്രയാർ പുഴ ഒഴുകുന്നു. പുഴയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പ്രത്യേക പടവുകളുമുണ്ട്. ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളിലൊന്നായ മീനൂട്ടിന് പ്രത്യേകം കടവുണ്ട്. ഈ കടവിൽ ഭക്തർക്ക് കുളിക്കുവാൻ അവകാശമില്ല. അതിന് പ്രത്യേകം കടവുകൾ അടുത്തുണ്ട്. സാമാന്യത്തിലധികം വലിപ്പമുള്ള ഒറ്റനില വട്ട ശ്രീകോവിലാണ് ഈ ക്ഷേത്രത്തിനുള്ളത്. കരിങ്കല്ലിൽ തീർത്ത ഈ ശ്രീകോവിലിന്റെ മേൽക്കൂര ചെമ്പുമേഞ്ഞ് സ്വർണ്ണ താഴികക്കുടത്തോടുകൂടി ശോഭിക്കുന്നു. ശ്രീകോവിലിനകത്ത് 2 മുറികളാണുള്ളത്. അവയിൽ പടിഞ്ഞാറ് ഭാഗം വിഗ്രഹം പ്രതിഷ്ഠിച്ച ഗർഭഗൃഹമാണ്. 6 അടിയിലധികം ഉയരം വരുന്ന വിഗ്രഹത്തിന് കിഴക്കോട്ടാണ് ദർശനം. ഖരൻ, ദൂഷണൻ, ത്രിശിരസ് എന്നീ 3 രാക്ഷസന്മാരെയും അവരുടെ 10,000 പടയാളികളെയും വെറും 3.25 നാഴിക കൊണ്ട് നിഗ്രഹിച്ച ശേഷം പ്രദർശിപ്പിച്ച വിശ്വരൂപമാണ് ഇവിടുത്തെ പ്രതിഷ്ഠാ സങ്കല്പമെന്നാണ് വിശ്വാസം. ഖരവധത്തിന് ശേഷമുള്ള ഭാവമായതിനാൽ അത്യുഗ്രമൂർത്തി കൂടിയാണ് ഭഗവാൻ. ഈ ഉഗ്രത കുറയ്ക്കാനെന്ന സങ്കല്പത്തിൽ ഭഗവാന്റെ ഇരുവശത്തും ലക്ഷ്മി ദേവിയെയും ഭൂമിദേവിയെയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. നിത്യേന 5 പൂജകളും 3 ശീവേലികളുമുള്ള മഹാക്ഷേത്രമാണ് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം. രാവിലെ 3:30 നട തുറന്ന് ഉച്ചയ്ക്ക് 12 മണിയോടെ നടയടയ്ക്കുന്നു. വൈകിട്ട് 4 മണിയോടെ നട തുറന്ന് രാത്രി 9 മണിക്ക് നടയടയ്ക്കുന്നു. വിശ്വപ്രകൃതിയുടെ മൂലതേജസ്സിനെ പൂർണ്ണമായും ആവാഹിച്ചുകൊണ്ട് തൃപ്രയാറപ്പൻ ത്രിമൂർത്തി ചൈതന്യത്തോടെ ശ്രീദേവി സമേതനായി ശ്രീലകത്ത് വാഴുന്നു. രാമായണ മാസമായ കർക്കിടക മാസത്തിൽ ദശരഥപുത്രന്മാരുടെയെല്ലാം ക്ഷേത്രങ്ങൾ ഒരു ദിവസം സന്ദർശിക്കുന്നത് സമ്പൂർണ്ണ രാമായണ പാരായണം നടത്തുന്നതിന് തുല്യമാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഞങ്ങൾ ക്ഷേത്ര സന്ദർശനം പൂർത്തിയാക്കി പുറത്തേക്ക് കടന്നു. നാലമ്പല ദർശനം പൂർത്തിയാക്കിയ ഞങ്ങൾ ഗുരുവായൂരപ്പനെ സന്ദർശിക്കാനായി പുറപ്പെട്ടു. ഗുരുവായൂർ അമ്പലത്തിന് തൊട്ടടുത്തുള്ള മമ്മിയൂർ മഹാദേവ ക്ഷേത്രത്തിലാണ് ആദ്യം എത്തിച്ചേർന്നത്. മമ്മിയൂരപ്പനെ തൊഴുത് അനുഗ്രഹം വാങ്ങിയ ശേഷം ഗുരുവായൂരപ്പനെ സന്ദർശിക്കണം എന്നാണ് ആചാരം. മമ്മിയൂരപ്പനെ സന്ദർശിച്ച ശേഷം ഞങ്ങൾ ഗുരുവായൂരപ്പനെ സന്ദർശിക്കാനായി യാത്രയായി. മമ്മിയൂരിൽ നിന്നും 1 കിലോമീറ്റർ താഴെ ദൂരമേ ഉള്ളൂ ഗുരുവായൂരിലേക്ക്. ഗുരുവായൂരിലെത്തി പവനപുരേശനായ സാക്ഷാൽ ഗുരുവായൂരപ്പനെയും നമസ്കരിച്ച് തൊഴുത് അനുഗ്രഹം വാങ്ങി ഞങ്ങൾ തിരികെ